قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بآيات الله فإن الله سريع الحساب صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലിങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൊടുവാനുമുള്ള തൗഫീഖ് നൽകി റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 19-ാമത്തെ സൂക്തമാണ് ഞാൻ ആമുഖത്തിൽ പാരായണം ചെയ്തത്. നമുക്ക് പരിചയമുള്ള ഒരു സൂക്തമാണത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായിട്ടും അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാമാണ്. വളരെ വ്യക്തമാണ്, വളരെ ക്ലിയറാണ്. ഇങ്ങനെ ഒന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത, ഞാനുള്ളത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതത്തിലാണ് എന്ന ഒരു തീർപ്പിലാണ് നമ്മളെത്തുക. ഇതേ അധ്യായത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല 83-ാമത്തെ വചനത്തിൽ പറയുന്നത്, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വ കർഹൻ വഇലൈഹി യുർജഊൻ. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം സ്വമേധയോ അതല്ലെങ്കിൽ നിർബന്ധിതമായിട്ടോ അള്ളാഹുവിന് വിധേയപ്പെട്ടിരിക്കെ അഫഗൈറ ദീനില്ല, ആ അള്ളാഹുവിൻ്റേതല്ലാത്ത ദീനിനെയാണോ അവർ അന്വേഷിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹുവിന് വിധേയപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ മനുഷ്യരായ ആളുകളെക്കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കെ നിങ്ങൾ അള്ളാഹുവിൻ്റേതല്ലാത്ത ദീനാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നത് ചോദിക്കുന്നു. ഇത് 83-ാമത്തെ വചനത്തിൽ പാരായണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അർത്ഥം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും, ഇല്ല, ഞാൻ വേറെ ദീനൊന്നും തേടിയിട്ടില്ല, അള്ളാഹുവിൻ്റെ ദീൻ തന്നെയാണ് ഞാൻ തേടിയിട്ടുള്ളത് എന്ന്. അതേ അധ്യായത്തിലെ 85-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അള്ളാഹ് ചോദിക്കുന്നത്, ഒമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഒമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബലഹു. അള്ളാഹുവിൻ്റേതല്ലാത്ത ദീൻ ആരെങ്കിലും തേടിയാൽ, അള്ളാഹുവിൻ്റേതല്ലാത്ത ദീൻ ആരെങ്കിലും തേടിയാൽ അവനിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ അള്ളാഹുവിൻ്റേതല്ലാത്ത വേറെ ദീനൊന്നും തേടിയിട്ടില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ഇതേ അധ്യായത്തിൽ തന്നെ 102-ാമത്തെ ഒരു വചനമുണ്ട്. നമ്മൾ ധാരാളമായി കേൾക്കുന്നതും
ഖുതുബയിൽ നമ്മൾ മുഖദ്ദിമയിൽ പറയുന്നതുമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ തഖ്വ പാലിക്കേണ്ട വിധം തഖ്വ പാലിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ മതം മാറാനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകുന്നത്? അപ്പം ഞാൻ എന്തായാലും മുസ്ലിമായിട്ടാണ് മരിച്ചു പോകുക. ഞാൻ ഈ ഓതിയ ആയത്തുകളെല്ലാം വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലു ഇമ്രാൻ എന്ന് പറയുന്ന അധ്യായത്തിലെ മാത്രം ആയത്തുകളാണ്. 19-ാമത്തെ ആയത്ത്, 83-ാമത്തെ ആയത്ത്, 85-ാമത്തെ ആയത്ത്, 102-ാമത്തെ ആയത്ത്. ഈ ആയത്തുകളൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത്, ഈ പറഞ്ഞ അംഗീകരിച്ച ദീനിലാണ്, മതത്തിലാണ് താനുള്ളത്. അതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു. ഇനി ആർക്കെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, മറ്റുള്ള ആളുകൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ അത് ഉപേക്ഷിച്ച് ഈ മതത്തിലേക്ക് വരണം. ഞാൻ ആ മതത്തിലാണുള്ളത്, ജന്മന ആ മതത്തിലാണ് ഞാനുള്ളത്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ മതത്തിൽ എന്നെ പോലെ ബാക്കിയുള്ള ആളുകളും രക്ഷപ്പെട്ടു. ഇനി ബാക്കിയുള്ള ആളുകൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ ഈ മതത്തിലേക്ക് വരണം എന്ന ലളിത ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാമാണ് എന്ന് ഖുർആനിൽ പറയുമ്പോൾ നമ്മൾ മലയാളം ട്രാൻസ്ലേഷനുകളെല്ലാം എടുത്തു നോക്കിയാൽ അതിൽ കാണുന്ന അർത്ഥം അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ് എന്നാണ്. ചില ഒറ്റപ്പെട്ട ഖുർആൻ പരിഭാഷകളിൽ അതിന് മലയാള അർത്ഥം കൊടുക്കാതെ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാമാണ് എന്നാണ്. ഈ ദീനിനെയാണ് മതം എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മിക്കവാറും ഒക്കെ ട്രാൻസ്ലേഷനുകളിൽ അർത്ഥം കൊടുക്കുന്നത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൻ്റെ വസ്തുത, അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാമാണ്, അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ വസ്തുത? അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇപ്പം ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ ആണോ? ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ സവിശേഷമായി ഉപയോഗിക്കുന്ന 2 പദാവലികളാണ് ദീൻ എന്ന് പറയുന്നതും ഇസ്ലാം എന്ന് പറയുന്നതും. ഈ 2 അറബി വാക്കുകൾ, ഖുർആനിക് ടേംസ്, ഏതൊക്കെ അർത്ഥത്തിലാണ് അല്ലെങ്കിൽ അത് ഏത് ഉദ്ദേശത്തിലാണ് പ്രയോഗിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇസ്ലാം എന്താണെന്നും തിരിയുള്ളൂ, ദീൻ എന്താണെന്നും തിരിയുള്ളൂ. ഇപ്പോൾ ദീൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ദീൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഇസ്ലാമാണ്. ദീൻ എന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ, ഇനി മുസ്ലിം അല്ലാത്തൊരു സഹോദരൻ പറയുന്നത് കേട്ടാലും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ദീൻ ഇസ്ലാമാണ്. പക്ഷെ ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്നല്ല അർത്ഥം. നമ്മൾ ഇസ്ലാമിൻ്റെ പര്യായ പദമായിട്ടാണ് ദീനിനെ കാണുന്നത്. ദീൻ ഇസ്ലാം എന്ന് പറയുന്നതിന് പകരം ദീൻ എന്ന് പറഞ്ഞാൽ മതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന പദത്തിൻ്റെ പര്യായ പദമല്ല ദീൻ. ദീൻ ഒരു സ്വതന്ത്ര പദമാണ്. വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 90 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ എന്ന അറബി വാക്കിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ വ്യത്യസ്ത അർത്ഥങ്ങളിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. പല അർത്ഥങ്ങളുണ്ട്. മാലിക് യൗമിദ്ദീൻ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഇതൊക്കെ വ്യത്യസ്ത അർത്ഥങ്ങളിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം അഫഗൈറ ദീനില്ലാഹി വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ദീൻ എന്നതിൻ്റെ അർത്ഥം വ്യവസ്ഥ, മാർഗം എന്നൊക്കെയാണ്. വ്യവസ്ഥ, മാർഗം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഉപയോഗിച്ച 3 ആയത്തിലും ഈ അർത്ഥമാണുള്ളത്. മതം എന്ന് പറയുന്ന അർത്ഥം ദീനിൻ്റെ വിശാലമായ അർത്ഥത്തിൽ മതവും ഉൾപ്പെടും എന്നല്ലാതെ ദീൻ എന്ന് പറയുമ്പോൾ അതിനർത്ഥം മതം എന്നല്ല. ഇബാദത്തിന് നമ്മൾ ആരാധന എന്ന് പറയാറുണ്ട്. ആ അർത്ഥം പൂർണ്ണമല്ല. ഇബാദത്ത്, ആരാധനയും ഇബാദത്തിൽ പെട്ടതാണെന്നേ ഉള്ളൂ. ഇബാദത്ത് അതിനപ്പുറം വിശാലമായ അർത്ഥമാണ് ഇബാദത്തിനുള്ളത്. വിശാലമായ വിപുലമായ അർത്ഥമാണ് ഇബാദത്ത് എന്ന് ഖുർആൻ പ്രയോഗിച്ച പദത്തിനുള്ളത്. ധാരാളമായി ഖുർആൻ ഉപയോഗിച്ചുള്ള പദമാണത്.
ഇതുപോലെ ദീനെന്ന് പറയുമ്പോൾ മതവും പെടും എന്നേ ഉള്ളൂ. അല്ലാതെ ദീനെന്ന് പറഞ്ഞാൽ അതിനർത്ഥം മതം എന്നല്ല, പെടുത്താം എന്നേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ അവൻ്റെ മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ അവൻ അവലംബിക്കുന്ന ആശയങ്ങളെയാണ്, വ്യവസ്ഥകളെയാണ് ദീൻ എന്ന് പറയുന്നത്. നമ്മൾ അടിസ്ഥാനപരമായി ഇത് മനസ്സിലാക്കിയിരിക്കണം. ദീൻ എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ്റെ മുൻപോട്ടുള്ള, മുസ്ലിങ്ങളല്ല, മനുഷ്യൻ അവൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് അവലംബിക്കുന്ന ആശയം, വ്യവസ്ഥ, മാർഗം, ഇതാണ് ദീൻ എന്ന് പറയുന്നത്. അത് ഏതായാലും അതെല്ലാം ദീനാണ്. ആ നിലക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ചരിത്രത്തിലും ഇപ്പോഴും ഒരുപാട് ദീനുകൾ സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ട്. ഹൈന്ദവ മതം ഒരു ദീനാണ്, ക്രൈസ്തവ മതം ഒരു ദീനാണ്, ജൂതമതം ഒരു ദീനാണ്, ബുദ്ധമതം ഒരു ദീനാണ്, ജൈനമതം ഒരു ദീനാണ്. അതുപോലെ തന്നെ ഷിൻഡോയിസം ഒരു ദീനാണ്, താവോയിസം ഒരു ദീനാണ്, കൺഫ്യൂഷനിസം ഒരു ദീനാണ്, കമ്മ്യൂണിസം ഒരു ദീനാണ്, സെക്യുലറിസം ഒരു ദീനാണ്, ലിബറലിസം ഒരു ദീനാണ്, ക്യാപിറ്റലിസം ഒരു ദീനാണ്, എയ്ത്തിസം ഒരു ദീനാണ്. ഇതൊക്കെ ദീനാണ്, വ്യത്യസ്ത ദീനുകളാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ദീനാണ്. ഇതെല്ലാം മനുഷ്യൻ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവലംബിക്കുന്ന ആശയങ്ങളാണ്. ചിലർ കമ്മ്യൂണിസ്റ്റ് ദീനായി ഉപയോഗിക്കും, ചിലർ ലിബറലിസം ആധുനിക കാലത്ത് ദീനായി ഉപയോഗിക്കുന്നു. മുതലാളിത്തം, ക്യാപിറ്റലിസം എന്ന് പറയുന്നത് മറ്റൊരു ദീനാണ്. ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു ദീനാണ്. അതുപോലെ ഷിൻഡോയിസം ഒരു ദീനാണ്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവലംബിക്കുന്ന ആശയങ്ങളെയാണ്, സിദ്ധാന്തങ്ങളെയാണ്, വ്യവസ്ഥകളെയാണ് ദീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ദീനാണ്. മനുഷ്യൻ ഒരേ സമയം ഒരു ദീൻ മാത്രമല്ല അവലംബിക്കുന്നത്, പല ദീനുകൾ അവലംബിച്ചുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. ചിലർ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അവർ മറ്റ് ചില ദീനുകളുടെ ശകലങ്ങൾ നിർബന്ധിതമായിട്ട് അവലംബിക്കാൻ ബാധ്യതപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ വിസ്മരിക്കുന്നില്ല. എന്തായാലും മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് ഒരു ദീനിലൂടെയോ ഒരുപാട് ദീനുകളിലൂടെയോ ആണ് എന്നതാണ് വസ്തുത. ആ നിലക്ക് ഒരു ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മറ്റു ദീനുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ ഒരു ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ദീനിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് ദൈവിക ദീനാണ്. ദീനില്ല എന്നൊക്കെ പറയാൻ കഴിയുന്ന ദൈവിക ദീനാണത്. ഈ ദൈവിക ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മളപ്പോൾ ഇസ്ലാം എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ ദീൻ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇസ്ലാം എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. ഇസ്ലാം എന്ന പദം ഇസ്ലാം എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത് സലമ എന്ന് പറയുന്ന അറബി ധാതുവിൽ നിന്നാണ്. ഈ സലമ എന്ന പദത്തിൽ നിന്നുള്ളതാണ് ഇസ്ലാം എന്ന വാക്ക്. ഈ പദത്തിൽ നിന്നുള്ളതാണ് അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ പറയുന്ന അതിലെ സലാം എന്ന വാക്ക്. ഈ പദത്തിൽ നിന്നുള്ളതാണ് മുസ്ലിം എന്ന് പറയുന്ന വാക്ക്. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. സലമ എന്ന ധാതുവിൽ നിന്നുള്ള നിഷ്പന്നമായിട്ടുള്ള 16 തരത്തിലുള്ള രൂപങ്ങൾ വിശുദ്ധ ഖുർആനിൽ 140 സ്ഥലങ്ങളിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്, വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ. അതിൽ ഒന്നാണ് ഇസ്ലാം, അതിലൊന്നാണ് സലാം, അതിലൊന്നാണ് മുസ്ലിം. ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമർപ്പണം എന്നാണ്. സമർപ്പണം എന്നാണ്, സമാധാനം എന്നാണ്. എന്താണ് ഈ സമർപ്പണം? ദീൻ എന്താണെന്ന് പറഞ്ഞു, അത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. എന്താണ് ദീനെന്ന് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. അതിനോട് ചേർത്ത് വേണം ഇതും കൂടി വായിച്ചെടുക്കാൻ. സമർപ്പണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമർപ്പിക്കുന്ന ദീനാണ് ഇസ്ലാം. അള്ളാഹുവിന് സമർപ്പിക്കുന്ന ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഈ സംഗതികളൊക്കെ നമ്മൾ അതിനകത്താണല്ലോ ഉണ്ട് എന്നാണല്ലോ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് എന്നൊക്കെ നമ്മൾ നന്നായി തിരിച്ചറിയണം. അത് ഇസ്ലാം വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ തിരിച്ചറിയണം. ബാക്കി കിതാബുകളൊക്കെ തൽക്കാലം അവിടെ മാറ്റി വെച്ചിട്ട് അൽ കിതാബ് എടുത്തിരുന്ന് പഠിക്കാൻ നമ്മൾ സന്നദ്ധമാകണം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അത് അള്ളാഹുവാണ്, ദൈവമാണ്. ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ദൈവമാണ്. ആ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ദൈവമാണ്.
ആ സൃഷ്ടിച്ച മനുഷ്യന് ഇവിടെ ജീവിക്കാനുള്ള ഭൗതികമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി തന്നത് അള്ളാഹുവാണ്, ദൈവമാണ്. അപ്പോൾ ആ ദൈവം, ആ അള്ളാഹു ഒരുക്കി തന്ന ഭൂമിയിൽ, അവൻ സൃഷ്ടിച്ച മനുഷ്യൻ അവൻ ഒരുക്കി തന്ന ഭൂമിയിൽ അവൻ്റെ വായു ശ്വസിച്ച്, അവൻ്റെ വെള്ളം കുടിച്ച്, അവൻ്റെ വെളിച്ചം അനുഭവിച്ച്, അവൻ്റെ ഭക്ഷണം കഴിച്ച് ഇവിടെ ജീവിക്കുമ്പോൾ അവൻ പറയുന്നത് പോലെയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ അവനവന് തോന്നുന്നത് പോലെയല്ല ജീവിക്കേണ്ടത്. അവൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ടാണ് ജീവിക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് പിന്നിൽ, വ്യവസ്ഥാപിതമായ ചലനത്തിന് പിന്നിൽ, സൂക്ഷ്മമായ ഘടനയ്ക്ക് പിന്നിൽ, വിസ്മയവാഹമായ വലിപ്പത്തിന് പിന്നിൽ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അത് അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ പറയുന്ന ദൈവത്തെ, അള്ളാഹുവിനെ അയാൾ ഗൗരവമായി കാണുന്നുണ്ടെങ്കിൽ, ഈ പറയുന്നത് അയാൾക്ക് ബോധ്യപ്പെടാൻ ഒരു പ്രയാസമില്ല. ഇതൊരു തീവ്രവാദമല്ല, ഇതൊരു ഭീകരവാദമല്ല, ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ആദ്യം ബോധ്യപ്പെടേണ്ടത് ഇതിനൊരു പ്രപഞ്ച സൃഷ്ടാവുണ്ട് എന്ന കാര്യമാണ്. അത് വിശ്വാസമല്ല, അത് കൺവിക്ഷനായിരിക്കണം, ബോധ്യമായിരിക്കണം. അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ എല്ലാം സഹിച്ചും അനുഭവിച്ചും ഒക്കെ നമ്മളിവിടെ ജീവിക്കുമ്പോൾ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടാണ് ജീവിക്കുന്നത്. ആ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്നതിനെയാണ് അവന് സമർപ്പിക്കുക എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാം. അപ്പം ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഒരു മതത്തിൻ്റെ പേരല്ല. അത് ദൈവിക കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയുടെ പേരാണ്. ദൈവിക കൽപ്പനകൾക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയുടെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു മതത്തിൻ്റെ പേരല്ല. ഒരു സ്റ്റൈൽ ഓഫ് ലൈഫ്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു മെത്തഡ് ഓഫ് ലൈഫ്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു പാറ്റേൺ ഓഫ് ലൈഫ്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എവറി വാക്ക് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ എല്ലാ കാൽവെപ്പുകളിലും, എല്ലാ ഇടപാടുകളിലും, എല്ലാ ഇടപെടലുകളിലും, എല്ലാ ഇടപഴകലുകളിലും ദൈവിക നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും ചെയ്തുകൊണ്ടുള്ള ആ ജീവിതത്തിനാണ് സമർപ്പിത ജീവിതം എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം ഒരു മതമല്ല. ദീനിന് മതമെന്ന അർത്ഥം കൊടുത്താൽ ഇസ്ലാം ഒരു മതമായി മാറും. ഇസ്ലാം ഒരു മതമായി മാറിയാൽ നമുക്കിന്ന് പരിചയമുള്ള മതം എന്ന വാക്ക് ഉൾക്കൊള്ളുന്നത് ഒരു കുറേ ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു കോംപ്ലക്സ് ആണ് മതം എന്ന് പറയുന്നത്. തികച്ചും വ്യക്തിപരമാണ്, സ്വകാര്യമാണ്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും, എല്ലാ ആക്ഷൻസിലും, എല്ലാ റിയാക്ഷൻസിലും, എല്ലാ ഇൻട്രാക്ഷൻസിലും, എല്ലാ ട്രാൻസാക്ഷൻസിലും, എവറി എൻഗേജ്മെന്റ് ഓഫ് ഇസ്ലാം, ജീവിതത്തിൻ്റെ എല്ലാ ഇടപെടലുകളിലും ആ ദൈവിക നിർദ്ദേശങ്ങൾ പാലിക്കണം. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കലല്ല, സർവവും, ജീവിതത്തിൻ്റെ സർവമണ്ഡലങ്ങളും ദൈവികമായ കൽപ്പനകൾക്ക് വിധേയമായി കൊണ്ടുള്ള ആ ലൈഫ് സ്റ്റൈലിന് പറയുന്ന പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവൂ. അതിന് പകരം ഒരു മതമായി ഇസ്ലാമിനെ മനസ്സിലാക്കരുത്. അതുകൊണ്ട് നമ്മൾ എന്തുകൂടി മനസ്സിലാക്കണം, പാരമ്പര്യമായി ലഭിക്കുന്ന ഒന്നല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന അർത്ഥത്തിൽ ദൈവിക കൽപ്പനകൾക്ക് വിധേയമായിട്ടുള്ള ആ ലൈഫ് സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോകുന്നവനെ ഖുർആനികമായി അറബി ഭാഷയിൽ പറയുന്നതാണ് മുസ്ലിം. അപ്പോൾ ദീൻ എന്താണ്, ഇസ്ലാം എന്താണ്, മുസ്ലിം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പാരമ്പര്യമായി ലഭിക്കുന്നതോ ജന്മം കൊണ്ട് ലഭിക്കുന്നതോ പേരുകൊണ്ട് ലഭിക്കുന്നതോ ഒന്നുമായ സംഗതിയല്ല. കാരണം ഒരു ലൈഫ് സ്റ്റൈലാണെങ്കിൽ അതെങ്ങനെയാണ് ജന്മം കൊണ്ട് ലഭിക്കുന്നത്? ഒരു പാറ്റേൺ ഓഫ് ലൈഫ് ആണെങ്കിൽ അതെങ്ങനെയാണ് ജന്മം കൊണ്ട് ലഭിക്കുന്നത്? ജന്മം കൊണ്ട് ലഭിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. ഒരാളും ജന്മം കൊണ്ട് മുസ്ലിം ആവില്ല. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം അല്ലാതെ അള്ളാഹുവിൻ്റെ ഒരു ജീവിത വ്യവസ്ഥയില്ല എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്താണല്ലോ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഞാൻ മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ, കാരണം മതം മാറാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി, ആകാശഭൂമങ്ങളിലൊക്കെ ഉള്ളത് അള്ളാഹുവിന് വിധേയപ്പെട്ടിരിക്കുക, നിങ്ങൾ വേറെ ദീൻ തേടുകയാണോ? ഞാൻ വേറെ ഒരു ദീനും തേടുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നത് ഇത് തിരിയാത്തത് കൊണ്ടാണ്.
ഇത് തിരിഞ്ഞാൽ നമുക്കങ്ങനെ തോന്നില്ല. കാരണം ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും ജനറ്റിക്കലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒന്നല്ല ഈമാൻ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത്, ദീൻ എന്ന് പറയുന്നത്. അത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന ജീവിതശൈലിയാണ്. ഇപ്പൊ ഞാൻ പിന്നെ നല്ല ജിംനാസ്റ്റിക്കാണ്. എൻ്റെ മസിലും ബോഡിയെല്ലാം വളരെ ഫിറ്റാണ്. ഞാൻ അങ്ങനെ കല്യാണം കഴിച്ച് ജനിക്കുന്ന കുട്ടി ജിംനാസ്റ്റിക് ആയിരിക്കുമോ? ആരെങ്കിലും പറയോ അവനും ജിംനാസ്റ്റിക് ആണെന്ന്? ഇല്ല. അവനും ജിംനാസ്റ്റിക് ആവണമെങ്കിൽ അവൻ ജിംനേഷ്യത്തിൽ പോയി വർക്കൗട്ട് ചെയ്ത് ബോഡി ബിൽഡപ്പ് ചെയ്യണം, എങ്കിലാണ് അവൻ ജിംനാസ്റ്റിക് ആവുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഇസ്ലാം. എൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് എൻ്റെ മകന് ഇസ്ലാം കിട്ടില്ല. എൻ്റെ മകനായി പ്രവാചകന്റെ മകനായി ജനിച്ചു എന്നതുകൊണ്ട് ഇസ്ലാം ലഭ്യമല്ല. ഇത് ലഭ്യമല്ല എന്ന് വരുത്തി തീർക്കാനാണ് സഹോദരന്മാരെ ഖുർആൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ആദമിന്റെ മകൻ ഇസ്ലാം ലഭിച്ചില്ല. ഷെയ്ഖുൽ ഇസ്ലാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകന് ഇസ്ലാം ലഭിച്ചില്ല. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയ്ക്ക് ഇസ്ലാം ലഭിച്ചില്ല. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവിന് ഇസ്ലാം ലഭിച്ചില്ല. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ബന്ധുക്കൾക്കും ഇസ്ലാം ലഭിച്ചില്ല. ഇസ്ലാം അങ്ങനെ ലഭിക്കുന്ന ഒന്നല്ല. ഇസ്ലാം പാരമ്പര്യമായി ലഭിക്കുന്ന ഒന്നല്ല. ജന്മനാ കിട്ടുന്നൊരു കാര്യമല്ല. അത് കിട്ടുന്ന കാര്യമല്ല എന്ന് ഇനിയും സമുദായത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സമുദായത്തിലെ ഓരോ അംഗങ്ങളും ഇനിയും ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇസ്ലാം ട്രഡീഷണലി പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ജീവിത രീതിയല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതൊരു ജീവിത രീതി ആയതുകൊണ്ട് തന്നെ ജീവിത രീതി കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടുന്ന ഒന്നല്ല. അത് ബോധപൂർവം ആർജിച്ചെടുക്കേണ്ട, മനുഷ്യൻ അത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട, ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്റ്റൈലാണത്. ഈ ബോധം നമുക്ക് വേണം. ഇതിനപ്പുറമുള്ള ഒരു അവകാശവാദങ്ങൾക്കും ഇസ്ലാമിൽ സ്കോപ്പില്ല. ഒരവകാശവാദങ്ങൾക്കും ഇസ്ലാമിൽ സ്കോപ്പില്ല എന്ന് പറയുന്നത് ഞാനല്ല, സ്കോപ്പില്ല എന്ന് പറയുന്നത് ഇസ്ലാം തന്നെയാണ്. കേട്ടോളൂ നിങ്ങൾ. 2-ാം അധ്യായം 62-ാം വചനം. ഇല്ലല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വിശ്വസിച്ചു എന്ന് അവകാശപ്പെടുന്നവരാകട്ടെ, ജൂതന്മാരാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, സാബികളാകട്ടെ, ആരുമാകട്ടെ, അത് ഒരു പ്രശ്നമേ അല്ല, അതൊരു വിഷയമേ അല്ല. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ, ആര് ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുവോ, ബോധ്യപ്പെടുന്നുവോ, അതുപോലെ തന്നെ വിചാരണാ ലോകത്തെക്കുറിച്ച് ബോധ്യപ്പെടുന്നുവോ, അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നുവോ, അവനെ സംബന്ധിച്ചിടത്തോളം ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവൻ ഭയപ്പെടേണ്ടതില്ല, അവൻ പേടിക്കേണ്ടതില്ല. അതിനപ്പുറത്തുള്ള ഒരു അവകാശവാദങ്ങൾക്കും ഇസ്ലാമിൽ ഒരു പ്രസക്തിയുമില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു മേന്മാവാദവും ഇല്ല. കുടുംബപരമായ ഒരു മേന്മാവാദവും ഇല്ല, തറവാടിത്തപരമായ ഒരു മേന്മാവാദവും ഇല്ല, പാരമ്പര്യമായ ഒരു മേന്മാവാദത്തിനും ഇസ്ലാമിൽ ഇടമില്ല. നമ്മൾ എന്തൊക്കെ കാലഘട്ടത്തിലൂടെ, ചരിത്രത്തിലൂടെ കണ്ണുപിളർന്ന നാൾ മുതൽ എന്തൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് അതല്ല ഇസ്ലാം എന്ന് നമ്മൾ വിനയപൂർവ്വം മനസ്സിലാക്കണം. ഒരു അവകാശവാദങ്ങൾക്കും ഇടമില്ല. 4-ാം അധ്യായം സൂറത്തുൻ നിസാ 124-ാമത്തെ വചനം. ലൈസ ബി അമാനിയക്കും വല അമാനി അഹ്ലിൽ കിതാബ് മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറ. നിങ്ങളുടെ വ്യാമോഹം അനുസരിച്ചല്ല കാര്യങ്ങൾ. അഹ്ലു കിതാബുകാരുടെ, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വ്യാമോഹം അനുസരിച്ചുമല്ല കാര്യങ്ങളുള്ളത്. മൻ യഅമൽ സൂഅൻ, ആരെങ്കിലും അധർമ്മം പ്രവർത്തിച്ചാൽ യുജ്സ ബിഹി, അതിന്റെ പ്രത്യാഘാതം അവൻ ഏറ്റുവാങ്ങേണ്ടി വരും. വലം യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറ, വിചാരണ നാളിൽ അവനെ സഹായിക്കാൻ അല്ലാഹു അല്ലാതെ വേറെ ഒരുത്തനും ഉണ്ടാവില്ല. ഒരു ദീനിന്റെ ആളുകളും ഉണ്ടാവില്ല, അവിടെ ഉണ്ടാവില്ല. ഫമൻ യഅമൽ മിനസ് സാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ, ആരെങ്കിലും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ആ സൽക്കർമ്മങ്ങളെ സത്യവിശ്വാസം കൊണ്ട് ബാക്കപ്പ് ചെയ്യുകയും ചെയ്ത് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. ഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നകീറ, അവർക്ക് സ്വർഗത്തിൽ പോകാം. വലാ യുദ്ലമൂന നകീറ, അങ്ങനെയുള്ള ആളുകളോട് ഒരനീതിയും അല്ലാഹു കാണിക്കുകയുമില്ല. ഒരു അവകാശവാദങ്ങൾക്കോ ഒരു വ്യാമോഹങ്ങൾക്കോ പ്രസക്തിയില്ല. ഈ ഗ്ലോബിനകത്തുള്ള, ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിക്കകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ടല്ല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഇതിൽ കൂടുതൽ അല്ലാഹ് എന്തിനു പറയണം? 49-ാം അധ്യായം 13-ാമത്തെ വചനം.
യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഒരു ഗ്ലോബൽ ആയിട്ടുള്ള വിളിയാണത്, ഒരു യൂണിവേഴ്സൽ വിളിയാണത്. മൊത്തം ആളുകളെ വിളിച്ചിട്ടല്ല പറയുന്നത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. തുടക്കത്തിൽ ആദമായിരുന്നു, തുടക്കത്തിൽ ഹവ്വയായിരുന്നു. അവരിൽ നിന്നാണ് ഞാൻ എല്ലാറ്റിനെയും സൃഷ്ടിച്ചു ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ നിങ്ങളെ കുടുംബങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആക്കി തിരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ രാജ്യക്കാരും ഒക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. അമേരിക്കക്കാരെന്നോ ഇന്ത്യക്കാരെന്നോ അതല്ലെങ്കിൽ യൂറോപ്യന്മാരെന്നോ ഗൾഫ് കൺട്രീസ് എന്നോ പറഞ്ഞൊക്കെ തിരിച്ചിട്ടുണ്ടാവും. അതിനു പുറമെ പേരുകളിലൂടെ വ്യത്യസ്തമായിരിക്കും, അതിനു പുറമെ കുടുംബങ്ങളിലൂടെ വ്യത്യസ്തമായിരിക്കും, അതിനു പുറമെ ഗോത്രങ്ങളിലൂടെ വ്യത്യസ്തമായിരിക്കും. ഇതൊക്കെ ആയിരിക്കും. ഇതൊന്നും നിങ്ങൾക്ക് അന്തസ്സ് നടിക്കാനോ ആഭിജാത്യം പുലർത്താനോ ഈഗോ കാണിക്കാനോ ഉള്ളതല്ല. പരസ്പരം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇന്ന കുടുംബത്തിലെ ഇന്നയാൾ, ഇന്ന കുടുംബത്തിലെ ഇന്നയാൾ, അത്രേ ഉള്ളൂ. ഇന്ന അക്രമക്കും എന്തല്ല, അള്ളാഹുവിങ്കൽ ഒരാളെ പരിഗണിക്കുന്നത് അത്തുക്കാക്കും, അയാൾക്ക് ജീവിതത്തിൽ എത്ര സൂക്ഷ്മതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവിക കൽപ്പനകൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഇസ്ലാമായി മുസ്ലിമായി അയാൾ എത്രത്തോളം ജീവിക്കുന്നു അത്രയേ ഉള്ളൂ അയാൾക്ക് പരിഗണന. ഇതിൽ കൂടുതൽ അല്ല ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും വ്യാമോഹവുമായി നടക്കരുത്. അതുകൊണ്ട് എന്തായി, ഒരാൾക്ക് ഇസ്ലാം ആകണമെങ്കിൽ അയാൾ പേര് മാറ്റേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ഒരാൾ വേറെ ഏതെങ്കിലും ദീനനുസരിച്ച് ജീവിച്ച ഒരാൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ ആദ്യം അയാൾ പേര് മാറ്റണം. പേര് മാറ്റൽ വാജിബാണ്, ജീവിതം മാറ്റലോ സുന്നത്താണ്. ജീവിതം മാറ്റൽ സുന്നത്തും പേര് മാറ്റൽ വാജിബും നിർബന്ധവും ഫർളുമാണ്. ഇതാണ് നമ്മുടെ സ്റ്റൈല്. ഇത് നമ്മൾ മാറ്റണം. പേര് മാറ്റേണ്ടതില്ല. ഇസ്ലാമിൽ ഒരാൾക്ക് മുസ്ലിം ആകണമെങ്കിൽ അയാളുടെ പേര് മാറ്റേണ്ടതില്ല. പേര് മാറ്റൽ ഒരു നിബന്ധനയേ അല്ല. നിബന്ധനയുള്ളതും നിർബന്ധമുള്ള എന്തെന്നാ, ജീവിതം മാറ്റലാണ്. ജീവിതം അയാൾ മാറ്റണം. എങ്ങനെ? ദൈവികമായ കൽപ്പനകൾക്ക് വിധേയമായി ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഏത് മേഖലയിൽ? നിസ്കരിക്കുന്ന മേഖലയിലല്ല, ആരാധനാകർമ്മങ്ങളുടെ മേഖലയിലല്ല, ജീവിതത്തിന്റെ സർവ്വ മേഖലകളിൽ. ഞാൻ പറഞ്ഞല്ലോ, ആക്ഷൻ, റിയാക്ഷൻ, ഇൻട്രാക്ഷൻ, ട്രാൻസാക്ഷൻ, എല്ലാ മേഖലകളിലും മാറ്റണം. എല്ലാ മേഖലകളിലും ദൈവികമായ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി മുന്നോട്ട് പോകണം. പേര് മാറ്റേണ്ടതില്ല. ഇപ്പോൾ ഒരാളുടെ പേര് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ പിന്നെ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? മുസ്ലിം പേരാണ്. ദാസൻ എന്ന് പറഞ്ഞാലോ ഹിന്ദു പേരാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടതും പറയേണ്ടതും? അല്ല. ദാസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളം പേരാണ്. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? അറബി പേരാണ്. ഇങ്ങനെ മനസ്സിലാക്കിയ പ്രശ്നം തീരും. അതിനു പകരം നമ്മൾ അബ്ദുള്ള മുസ്ലിം നാമമാണ്, ദാസൻ ഹിന്ദു നാമമാണ്. അല്ല, ഇനിയെങ്കിലും നമ്മൾ തിരുത്തണം. അല്ല, അബ്ദുള്ള അറബി പേരാണ്, ദാസൻ എന്നത് മറ്റേ മലയാളം പേരാണ്. അതുകൊണ്ട് പ്രസന്നൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ഭാഷയിൽ ആരാ? പ്രസന്നൻ ഹിന്ദുവാണ്. പ്രസന്നൻ എന്ന് പറഞ്ഞ വാക്കെന്തെന്നാ? ഹിന്ദു പേരാണ്. അയാൾക്ക് ഇസ്ലാമിലേക്ക് വരണമെങ്കിലോ ജീവിതം മാറ്റില്ലെങ്കിലും പ്രസന്നൻ എന്നുള്ളത് മാറ്റണം. എന്താണ് നമ്മുടെ നിർബന്ധം? എത്രയോ ആളുകളെ നിങ്ങൾക്കും എനിക്കുമൊക്കെ ജീവിതത്തിൽ അറിയാം. ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. അയാൾ നേരത്തെ ഏത് ദീനിലാണോ ഉണ്ടായിരുന്നത് ആ ദീൻ തന്നെയായിരിക്കും അയാളുടെ ജീവിതത്തിൻ്റെ മാർഗരേഖയും വ്യവസ്ഥയും ചിട്ടയും ഒക്കെ. പേര് മാത്രം നല്ല റാഹത്തുള്ള പിന്നെ പേരുകളായിരിക്കും. അബൂബക്കർ, മുഹമ്മദ് ബിനു, അങ്ങനെ എന്നൊക്കെ പറഞ്ഞുള്ള കുറേ പേരുകളായിരിക്കും. പ്രസന്നൻ എന്ന് പറഞ്ഞാൽ പേര് അറബിയിൽ ബാസിം എന്നാണ്. ബാസിം എന്നൊരാളുടെ പേരിട്ടാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി കൊള്ളാം, തിരക്കേടില്ല. പ്രസന്നൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വൈക്ലഭ്യം. പ്രസന്നൻ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. പ്രസന്നൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്നവദനായിരിക്കുന്ന ഒരുത്തൻ. എന്താ അതിനകത്തൊരു കുഴപ്പം? പ്രസന്നൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരിട്ടാൽ എന്താ അതിന് കുഴപ്പം? പക്ഷേ ഇത് ഈ ഇരിപ്പിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അയാളുടെ ജീവിതത്തിൽ അല്പം പോലും മാറ്റം ഉണ്ടായിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് ഒരു വൈക്ലഭ്യം ഉണ്ടാവില്ല. അയാളുടെ പേര് ബാസിം എന്നാണെങ്കിൽ, അയാളുടെ പേര് അബ്ദുള്ള എന്നാണെങ്കിൽ, അയാളുടെ പേര് അബൂബക്കർ എന്നാണെങ്കിൽ. ഈ കരുണാകരൻ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടിട്ടില്ലേ? മലയാള വാക്ക് കരുണാകരൻ എന്ന് പറഞ്ഞ വാക്കിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. കരുണാകരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കരുണാകരൻ എന്ന് പറഞ്ഞാൽ കരുണയുള്ളവൻ, കരുണ ഇരിപ്പിടമാക്കിയിട്ടുള്ളവൻ എന്നാണ് അതിനർത്ഥം. കരുണാകരൻ്റെ നേരെ അറബി വാക്കെന്താ? റഹ്മാൻ. റഹ്മാൻ എന്ന് പേരിട്ടാൽ നമ്മൾ സംതൃപ്തനാണ്. കരുണാകരനോ എന്ന് നമ്മൾ ചിന്തിക്കും. കരുണാകര എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഞാനിവിടെ നിന്ന് കരുണാകര ഗുരുവാണെന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ ഈ പറയുന്നത് നിങ്ങൾ ചിന്തിക്കൂലേ? യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കരുണാകര ഗുരുവല്ലേ?
കരുണയുള്ളവനല്ലേ? അള്ളാഹു കാരുണ്യത്തിന്റെ നിറകുടമായി അള്ളാഹു അവതരിപ്പിച്ചതല്ലേ? ഈ ഒരു നമ്മുടെ പരിചയവും ശീലവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണിത്. അതേപോലെ തന്നെ എത്രയോ വാക്കുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കുമാരൻ എന്ന് പേരിട്ടാൽ നമുക്ക് ആകെപ്പാടെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും കുമാരൻ. അതേസമയം അയാളെ സംബന്ധിച്ച് യാഫിയ എന്ന് പേരിട്ടാൽ വെരി ബെറ്റർ, നല്ല പേരാണെന്ന് നമ്മൾ പറയും. അതേസമയം അതുപോലെ തന്നെ സൗജത്ത് എന്ന് പേരിട്ടാൽ തൃപ്തിയാണ് നമുക്ക്. സൗജത്ത് എന്ന് പേരിട്ടാൽ നമുക്ക് തൃപ്തിയാണ്. അതേ അവളെ കല്യാണി എന്ന് വിളിച്ചാൽ ഇതെന്തൊരു പേരാണ്. സുമംഗലി എന്ന് വിളിച്ചാൽ അത് പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഈ സൗജത്ത് എന്ന് പറയുന്നതിന്റെ മലയാള പദാവലിയാണ് സുമംഗലിയും കല്യാണിയും. അതുപോലെ തന്നെ ശാന്ത എന്ന് വിളിച്ചാൽ നമുക്ക് ഹിന്ദു പേരാണ്. അതേസമയം സക്കീന എന്ന് വിളിച്ചാൽ നമുക്ക് മുസ്ലിം പേരാണ്. യഥാർത്ഥത്തിൽ അതല്ല. ശാന്ത എന്ന് പറഞ്ഞാൽ മലയാള പേരാണ്, സക്കീന എന്ന് പറഞ്ഞാൽ അറബി പേരാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ ആവശ്യമില്ലാത്ത ചുമടൊന്നും വലിച്ച് തലയിലേക്ക് ഏറ്റേണ്ട കാര്യമില്ല. മാറ്റേണ്ടത് ഏതാണ്? മാറ്റേണ്ടത് ജീവിതത്തിന്റെ രീതിയാണ്. ജീവിതത്തിന്റെ രീതിയാണ്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദാംശങ്ങൾ നമുക്ക് കൈമാറേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ചില കാര്യങ്ങൾ. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മതമല്ല. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? മതം എന്ന് പറഞ്ഞാൽ രണ്ടൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, മതം ആരാധന ആചാര കേന്ദ്രീകൃതമാണ് മതം. സ്വകാര്യ ഇടപാടാണ് മതം. പിന്നെ മതത്തിന്റെ പ്രത്യേകത എന്താ? മതം ജന്മം കൊണ്ട് കിട്ടുന്നതാണ്. ഒരാളൊരു മതത്തിനകത്തുണ്ട്, അയാൾ ആ മതത്തിൻ്റെതായ ഒരു നിയമങ്ങളും പാലിച്ചില്ല എങ്കിലും അറിയപ്പെടുക എന്താണ്? അയാളെ മതത്തിന്റെ ആളായിട്ടാണ്. ഇതാണ് മതം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്. പ്രശ്നം അതാണ്. ഇസ്ലാം അങ്ങനെയല്ല. ഒരാള് ഇസ്ലാം അറിയപ്പെടുമ്പോൾ ഇസ്ലാമായിട്ടും മുസ്ലിമായിട്ട് അറിയപ്പെട്ടാലും അയാൾ ഇസ്ലാം ആയിരിക്കൂല. കാരണം എന്താ? അയാളുടെ ജീവിതത്തിൽ ഇസ്ലാമുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. അയാളുടെ ജീവിതം, അയാൾ മുസ്ലിമല്ല, അയാൾ ഇസ്ലാമല്ല. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരാൾക്ക് നമ്മളുടെ ഇടയിലുള്ള മുസ്ലിങ്ങൾ ഉണ്ടല്ലോ കുറെ പേര്, അതേപോലെ ഒരു മുസ്ലിമായി സാമുദായിക അംഗമായി നിൽക്കാൻ പ്രവാചകന്റെ കാലത്ത് കഴിയുമായിരുന്നില്ല. കാരണം പ്രവാചകന്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളെ നടക്കുള്ളൂ. ഒന്നുകിൽ ഇസ്ലാമികമായ ജീവിത രീതി അവലംബിച്ചുകൊണ്ട് പ്രവാചകന്റെ കൂടെ നിൽക്കുക, അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രവാചക സമൂഹത്തിൽ നിന്ന് തള്ളിപ്പോവും. കാരണം അവരെല്ലാവരും ജീവിതം അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊരു പരിപാടി അതിനകത്ത് ഉള്ളത് ആകെ ഇത്രയേ ഉള്ളൂ: പ്രവാചകന്റെ ആളാണെന്നും പറഞ്ഞ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പ്രവാചകനെ കാണിക്കാൻ വേണ്ടി ചെയ്ത് മുനാഫിക്കായിട്ട് നിൽക്കാം. അങ്ങനെ കുറെ ആളുകൾ നിലനിന്നിരുന്നു. അതല്ലാത്ത രൂപത്തിൽ ഒരു നിൽപ്പ് ഇസ്ലാമിൽ സാധ്യമല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇസ്ലാം ഒരു ജീവിത രീതിയാണ്. അത് ജന്മം കൊണ്ട് കിട്ടുന്നതല്ല, അത് കർമ്മം കൊണ്ട് കിട്ടുന്നതാണ്. അത് പാരമ്പര്യമായി കിട്ടുന്നതല്ല, അത് ജീവിച്ച് കാണിക്കുന്നതിലൂടെ അള്ളാഹു സമ്മാനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ് എന്ന ആ ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, അതിലൊരു പന്തികേടുണ്ട്. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ജീവിത രീതി സമർപ്പണത്തിൻ്റെ ജീവിത രീതിയാണ്, അഥവാ ഇസ്ലാമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പേര് മാറ്റുന്നത്. പേരിൻ്റെ പ്രശ്നം വലിയ ഗൗരവമായ പ്രശ്നമായിട്ടല്ല, പക്ഷേ നമുക്ക് പെട്ടെന്ന് തിരിയുന്ന ഒരു സംഗതി അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പേരിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിത രീതിയാണ്, ഒരു വ്യവസ്ഥയാണ്, ഒരു ആശയമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ജീവിത ശൈലിയുടെ പേര് അള്ളാഹ് ഇട്ടിട്ടുള്ളത്, ഖുർആനിൽ ഇട്ടിട്ടുള്ളത് ഇസ്ലാം എന്നാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പര നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മൗഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.